നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഗേൾ ഫ്രണ്ട് സംസ്കാരത്തിന് കടിഞ്ഞാണിടാൻ BCCI ആലോചിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് IPL ടീമുകളിലൊക്കെ ഇത്തരത്തിൽ ഗേൾ ഫ്രണ്ട്സ് താരങ്ങളോടൊപ്പം സ്റ്റേ ചെയ്യുന്നു. ഇത് ഇൻസൈഡ് വിവരങ്ങൾ പുറത്തേക്ക് പോകാൻ, ടീമിൻ്റെ കാര്യങ്ങൾ ലീക്കാവാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ മുമ്പ് ബെറ്റിങ്ങും മറ്റ് ആപ്പുകളൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഗേൾ ഫ്രണ്ടുമാരായിട്ട് താരങ്ങളോടൊപ്പം നിൽക്കുന്നത് ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നു. ഇതിനിടക്കാണിപ്പോൾ അഭിഷേക് ത്രിപാഠി, ജാഗ്രൻ ന്യൂസിൻ്റെ റിപ്പോർട്ടർ, ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. BCCI ഗേൾ ഫ്രണ്ട് സംസ്കാരത്തിന് ഒരു സ്ട്രിക്റ്റ് റൂള് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള വിവരം അദ്ദേഹം പുറത്തുവിടുന്നു. വിശദമായിട്ട് റിപ്പോർട്ടിലേക്ക് പോകും. കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇത് ഏതെങ്കിലും ഗേൾ ഫ്രണ്ട് താരത്തിൻ്റെ കൂടെ താമസിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ സമയം ചെലവഴിക്കുകയോ ചെയ്യുന്നതിൻ്റെ പ്രശ്നമല്ല. മറിച്ച് കറപ്ഷൻ, ബെറ്റിങ്, വാതുവെപ്പ്, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ടീമിനുള്ളിൽ നിന്നുള്ള വിവരങ്ങൾ ലീക്കാവാനും മറ്റുമൊക്കെ ഇത് കാരണമായേക്കും എന്നുള്ള സംശയങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അഭിഷേക് ത്രിപാഠിയുടെ റിപ്പോർട്ട് പ്രധാനമായും പറയുന്നത് എങ്ങനെയാണ്: BCCI പ്രിപ്പയറിംഗ് ടു എൻഫോഴ്സ് സ്ട്രിക്റ്റ് റൂൾസ് ഓൺ ഗേൾ ഫ്രണ്ട് കൾച്ചർ. അപ്പോൾ ഒരു സ്ട്രിക്റ്റ് റൂള് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് അവരാലോചിക്കുന്നു. എന്നിട്ട് ഒരുപാട് ക്രിക്കറ്റേഴ്സ് അവരുടെ ഗേൾ ഫ്രണ്ട്സിനൊപ്പം IPL മാച്ചസിൽ ഇപ്പോൾ സ്പോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. BCCI ഇതിൽ ഒരു റൂള് കൊണ്ടുവരിക, എന്തെങ്കിലും മേജർ ബ്ലണ്ടർ സംഭവിക്കുന്നതിന് മുമ്പ് റൂള് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, ആലോചിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, റിസ്ക് ഓഫ് ഇൻറ്റേർണൽ മാറ്റേഴ്സ് ലീക്കിംഗ് ഔട്ട് ഹാസ് ഇൻക്രീസ്ഡ്. അതാണ് ടീമുകളുടെ ഉള്ളിലെ വിവരങ്ങൾ, ഇൻസൈഡർ നോളജ് എന്ന രൂപത്തിൽ കാര്യങ്ങൾ പുറത്തേക്ക് പോകാനുള്ള റിസ്ക് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മേജർ ബ്ലണ്ടർ സംഭവിക്കുന്നതിന് മുമ്പ് അതിന് തടയിടാനാണ് ഇപ്പോൾ BCCI ആലോചിക്കുന്നത്. ഒരുപാട് അൺനോൺ പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ വലിയ പ്രാധാന്യവും പ്രശസ്തിയും ഒന്നും ഇല്ലാത്ത താരങ്ങൾ പോലും ഇപ്പോൾ ഗേൾ ഫ്രണ്ട്സിനൊപ്പം ചുറ്റി നടക്കുന്നുണ്ട്. അതായത് മെനി അൺനോൺ പ്ലേയേഴ്സ് ആർ ഓൾസോ റോമിങ് അറൗണ്ട് വിത്ത് ദെയർ ഗേൾ ഫ്രണ്ട്സ് എന്നാണ്. അത് ഞാൻ മലയാളത്തിലേക്ക് ചുറ്റി നടക്കുന്നു എന്ന് വിവർത്തനം ചെയ്തു എന്നുള്ളൂ. ഇനി അത് വെച്ചിട്ട് മറ്റ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുമായിട്ട് വരേണ്ട. ഏതായാലും ചിലർ ഹോട്ടൽസിൽ, ചില ഗേൾ ഫ്രണ്ട്സ് താരങ്ങൾ താമസിക്കുന്ന ഹോട്ടലുകളിൽ തന്നെയാണ് താമസിക്കുന്നത്. അതേസമയം മറ്റു ചിലർ ഈ മത്സരങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് അതത് സിറ്റികളിലേക്ക് എത്തുന്നു. അതേസമയം താരങ്ങളുമായിട്ട് ബ്രീഫ് മീറ്റപ്സ് അവർ വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്തരം നോളജുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ, ടീമിൻ്റെ ഇൻസൈഡ് നോളജ് പുറത്തു പോകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതിൽ തന്നെ പലരും ഇൻഫ്ലുവൻസേഴ്സാണ്. ഇതാണ് പ്രധാന വിഷയം. ഈ ഗേൾ ഫ്രണ്ട്സായിട്ട് ഉള്ള പലരും ഇൻഫ്ലുവൻസേഴ്സാണ്. പ്രീവിയസ്ലി ബെറ്റിംഗ് അല്ലെങ്കിൽ ഗാംബ്ലിംഗ് വെബ്സൈറ്റുകൾ പ്രൊമോട്ട് ചെയ്തവരാണ്. റീസെൻ്റ്ലി ഒരുപാട് IPL പ്ലെയേഴ്സ് ഇത്തരത്തിൽ പോലീസ് കേസ് ഫയൽ ചെയ്യപ്പെടാൻ കാരണമായിട്ടുണ്ട് ബൈ ദെയർ ഫീമെയിൽ കമ്പാനിയൻസ്. ഒരുപാട് IPL പ്ലേയേഴ്സിനെതിരെ ഫീമെയിൽ കമ്പാനിയൻസ്, അവരുടെ ഗേൾ ഫ്രണ്ട്സ് പോലീസ് കേസ് ഫയൽ ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായി എന്ന് അഭിഷേക് ത്രിപാഠി റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് BCCI ഒഫീഷ്യലി ഈ വിഷയത്തിൽ പറയുന്നത്, ഈ വിഷയം ഞങ്ങൾ ഇൻറ്റേർണലി ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അടുത്ത മീറ്റിങ്ങിൽ ദിസ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദി നെക്സ്റ്റ് BCCI മീറ്റിംഗ്. അടുത്ത BCCI മീറ്റിങ്ങിൽ ഈ വിഷയം എന്തായാലും ചർച്ചയ്ക്കെടുക്കും. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഭാര്യമാരോ ഒക്കെ താരങ്ങൾക്കൊപ്പം ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നതിന് ഒരു വിഷയവുമില്ല. പക്ഷേ ഗേൾ ഫ്രണ്ട് സിറ്റുവേഷൻ, അത് തീർച്ചയായിട്ടും കുറച്ചുകൂടി സീരിയസ്ലി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഗേൾ ഫ്രണ്ട്സിനെ പ്ലെയേഴ്സിനോടൊപ്പം സെയിം ഹോട്ടലിൽ IPL സമയത്ത് താമസിക്കാൻ അനുവദിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ബട്ട് നൗ ദിസ് ഹാസ് ബിക്കം എ ട്രെൻഡ്, അങ്ങനെയായി മാറിയിട്ടുണ്ട്. BCCI ഒഫീഷ്യൽ പറയുന്നത്, ഈ വിഷയം IPL ആൻറ്റി കറപ്ഷൻ യൂണിറ്റ് ഓഫീസറുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ പറയുന്നത്, ഇതിൽ വി ഹാവ് ബീൻ ഇൻസ്ട്രക്റ്റഡ് ടു അലൗ വൈഫ്സ്, ഭാര്യമാരെ താരങ്ങൾക്കൊപ്പം താമസിക്കാൻ അനുവദിക്കാം. അതുപോലെ തന്നെ ഒഫീഷ്യലി അനൗൺസ്ഡ് ഗേൾ ഫ്രണ്ട്സിനെയും താമസിക്കാൻ അനുവദിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ ശരിക്കും ഒരു അത്ഭുതമുള്ളത്, BCCI ഒഫീഷ്യൽ ചോദിച്ചത് എന്താണ്, ഈ SEO ഓഫീസറോട് ചോദിച്ചത്, ഈ റൂൾ എവിടെ നിന്ന് വന്നു, ഒഫീഷ്യലി അനൗൺസ്ഡ് ഗേൾ ഫ്രണ്ട്സോ, ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചപ്പോൾ SEO ഓഫീസർ റിപ്ലൈ ചെയ്തത്, അത് അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ്. ഏതായാലും കാര്യം വളരെ വ്യക്തമാണ്. BCCI ഇനി ഒരു സ്ട്രിക്റ്റ് റൂള് ഗേൾ ഫ്രണ്ട്സുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് താരങ്ങളോടൊപ്പം
സെയിം ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്ട്രിക്റ്റ് റൂൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഈ റൂളിൽ ഇത് അടുത്ത IPL സീസൺ മുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഇത് ഇന്ത്യൻ ടീമിന്, അതായത് എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യം കൂടി ചർച്ചയിലുണ്ടാവും. ഒഫീഷ്യൽസ് പറയുന്നത് ഇറ്റ് വിൽ ഹാവ് ടു ബി അപ്ലൈഡ് വിത്ത് ദി ഇന്ത്യൻ ടീം ആസ് വെൽ എന്നാണ്. ഈ റൂള് ഇന്ത്യൻ ടീമിനും ബാധകമാക്കുന്ന രൂപത്തിലേക്കാണ് കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് ഒഫീഷ്യൽസ് പറയുന്നത്. മറ്റൊരു BCCI സോഴ്സ് പറയുന്നതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ ഇൻ്റർനാഷണൽ ടൂർസിൻ്റെ സമയത്ത് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നടത്തുന്നത്, ഇന്ത്യൻ ടീമിൻ്റെ മുഴുവൻ അറേഞ്ച്മെൻറ്റ്സും നടത്തുന്നത് ബോർഡിൻ്റെ കൺട്രോളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റി കറപ്ഷൻ യൂണിറ്റ് കൃത്യമായിട്ട് സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുമുണ്ട്. അതേ IPL അങ്ങനെയല്ല. 10 വ്യത്യസ്ത ഫ്രാഞ്ചൈസികൾ അതിൻ്റെ അപ്പം BCCIയുടെ കൺട്രോൾ റിലേറ്റീവ്ലി വീക്കറായിരിക്കും. കാരണം IPL ടീമുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് എൻറ്റിറ്റീസാണ്. അതുപോലെ തന്നെ BCCI's റോൾ ഇൻ ദിസ് ബിക്കം എക്സ്ട്രീംലി ലിമിറ്റഡ് ഓർ നോൺ എക്സിസ്റ്റൻ്റ്. അതാണ് പ്രശ്നം. ഏതായാലും സോഴ്സസ് കണക്റ്റഡ് ടു BCCI ബിലീവ് ദാറ്റ് ഇഫ് സ്ട്രിക്റ്റ് മെഷേഴ്സ് aren't taken in time on these major controversies could arise in the future. ഇപ്പോൾ ഈ വിഷയത്തിൽ, ഈ ഗേൾ ഫ്രണ്ട് കൾച്ചറിൻ്റെ കാര്യത്തിൽ ഒരു സ്ട്രിക്റ്റ് മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ ഭാവിയിൽ അത് വലിയ രൂപത്തിലുള്ള കോൺട്രവേഴ്സികൾക്ക് കാരണമായേക്കും. അതുകൊണ്ട് കൃത്യമായ സമയത്ത് ഇതിൽ ഒരു റൂള് കൊണ്ടുവരാൻ BCCI ആലോചിക്കുന്നു. അത് അടുത്ത BCCI മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യും എന്ന് അഭിഷേക് ത്രിപാഠി റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.